അവർ തോറ്റെന്ന് പോലും അവർക്ക് മനസ്സിലായിട്ടില്ല. വി ശിവൻകുട്ടി മുണ്ടും മടക്കി കുത്തി നിയമസഭ അടിച്ചു പൊളിച്ച് തലകറങ്ങി വീണിട്ട് ഇന്നേ വരെ അവർ തല്ലി പൊളിച്ചെന്ന് സമ്മതിച്ചിട്ടുണ്ടോ? അവർ ലോക്കൽ ഉദ്ദേശിക്കുന്നത് ലോക്കൽ ഗവൺമെന്റ് മീൻസ് കേരള ഗവൺമെന്റ്. ലോക്കൽ റിക്വയർമെന്റ്സിനെ കുറിച്ചിട്ട് ഡോക്ടർ ഗോപൻ പറഞ്ഞ വിശദീകരണം നിങ്ങളുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ പോലും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാ പിന്നെ അങ്ങ് പറ, അതല്ലാതെ വേറെ മാർഗ്ഗമില്ല. അല്ലെങ്കിൽ മുഖ്യമന്ത്രി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അന്വേഷിക്കണോ നിങ്ങളുടെ പോസ്റ്റ് ഡിലീറ്റ് ആയോ, നിങ്ങളുടെ പോസ്റ്റ് ഡിലീറ്റ് ആയോ? നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ എന്താടോ കാറി. ഇനിയിപ്പോൾ പരാതിയില്ല, അങ്ങനെ ഇരിക്കെ തന്നെ ഈ പോസ്റ്റുകൾ നീക്കം ചെയ്യപ്പെടുന്നതിൽ ഈ പറയുന്ന ചാനലുകൾക്ക്, വാർത്താ മാധ്യമങ്ങൾക്ക്, ഓൺലൈൻ പോർട്ടലുകൾക്ക് ആക്ഷേപമുള്ള സ്ഥിതിക്ക് അവരതിൽ ഒഫീഷ്യലായ ഒരു കംപ്ലൈന്റ് തരൂ, സർക്കാർ അതിന്റെ കൂടെ നിൽക്കും എന്ന് പറയുന്നത് 3, 4, 5 തവണയായി അദ്ദേഹം. പിന്നല്ലാതെ. അപ്പോഴത് അങ്ങനെ ചെയ്തില്ല എങ്കിൽ അത്ര കോൺഫിഡൻസോട് കൂടി അദ്ദേഹത്തിന് പറയാൻ കഴിയും? അല്ല, അവര് മെറ്റയുമായിട്ട് ഈ ചാനലുകളൊക്കെ കോണ്ടാക്ട് ചെയ്തല്ലോ. അപ്പോൾ മെറ്റ പറഞ്ഞിട്ടുള്ളത് ഇത് ലോക്കലായിട്ടുള്ള റിക്വയർമെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നീക്കം ചെയ്തത്. ആരാണ് ലോക്കൽ റിക്വയർമെൻറ്റ്സ് ഇക്കാര്യത്തിൽ നടത്താൻ? അവർ ലോക്കൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലോക്കൽ അല്ലല്ലോ. അവർ ലോക്കൽ ഉദ്ദേശിക്കുന്നത് ലോക്കൽ ഗവൺമെൻറ് മീൻസ് കേരള ഗവൺമെൻറ്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. കാലിഫോർണിയയിൽ നിന്ന് വരുന്ന മെസ്സേജാണത്. അതാണ് അവരാണ് പ്രാദേശിക ലീഗൽ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കേരള സർക്കാർ എന്നെങ്ങനെയാണ് നമ്മൾ വീക്ഷിക്കുക? അതിപ്പോ പിണറായി ഭരിച്ചാലും ബി ഡി സതീശൻ ഭരിച്ചാലും അവിടെ മീനിങ് ഒന്ന് തന്നെയല്ലേ? പിന്നെന്തോ പഞ്ചായത്ത് എന്നാണോ നമ്മൾ കണക്കാക്കണ്ടേ? അല്ല റാഷിദ്, പിന്നെ നമ്മൾ പഞ്ചായത്ത് നമുക്ക് അതിനകത്ത് എങ്ങനെയാണ് വ്യക്തത? ലോക്കൽ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞു അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ടേ? ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടമാണ്. അതെങ്ങനെയാണ് പ്രാദേശിക ഭരണകൂടം എന്ന് പറയുന്നത്? കാലിഫോർണിയയിൽ ഇരിക്കുന്നവർക്ക് ഇന്ത്യ സർക്കാരും ലോക്കലായി വ്യാഖ്യാനിച്ചുകൂടെ? ആ വ്യാഖ്യാനത്തെ നമ്മൾ എങ്ങനെയാണ് കൊള്ളിക്കുക അതിനകത്ത്? അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. ലോക്കൽ ലീഗൽ റിക്വയർമെന്റ്സ് എന്നുള്ളത് ഇന്ത്യ സർക്കാരിന്റെ തലയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന താങ്കൾ തന്നെ തമാശയ്ക്ക് പറഞ്ഞ പോലെ പഞ്ചായത്തിന്റെ തലയിലോ ഇനി കേരള സർക്കാരിന്റെ തലയിലോ വെക്കത്തക്ക വിധത്തിലുള്ള ഒരു വ്യക്തത നമുക്ക് ആ വാക്കിലില്ല. അത് ശരിയാ. അല്ല, വ്യക്തത ഇല്ല എന്ന് അങ്ങ് കണ്ണടച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ കണ്ണടച്ച് ഇരുട്ടാക്കുമ്പോൾ കാലിഫോർണിയയിൽ ഇരിക്കുന്ന ഒരാൾ, ഒരു ഏജൻസി, ഒരു സംവിധാനം, അവർ പ്രാദേശിക സർക്കാർ എന്ന് പറഞ്ഞാൽ ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. പ്രാദേശിക സർക്കാർ എന്ന് പറഞ്ഞാൽ 50-ൽ പരം സ്റ്റേറ്റുകളുണ്ട്. അവിടെ പ്രാദേശികം എന്ന് പറഞ്ഞാൽ അവർ സ്റ്റേറ്റ് ഗവൺമെന്റിനെ ഉദ്ദേശിക്കുന്നത്. പ്രാദേശിക സർക്കാർ എന്ന് പറഞ്ഞോ? അല്ല, അവര് പ്രാദേശികം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തല്ലെന്ന് ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട്. ലോക്കൽ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ അങ്ങ് വ്യക്തമാക്കുക. അങ്ങനെയാണെങ്കിൽ ആരാ ലോക്കൽ റിക്വയർമെന്റ്സ് എന്ന തരത്തിൽ അവർക്ക് പരാതി കൊടുത്താൽ? മെറ്റയുടെ റിക്വയർമെന്റ്സ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മെറ്റയുടേതായ കാര്യങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ മാനദണ്ഡങ്ങളുണ്ട്. അങ്ങ് ഇക്കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിനെ മുക്തമാക്കാൻ കഠിനമായി പരിശ്രമിക്കുന്നു. അത് അങ്ങയുടെ സ്വാതന്ത്ര്യം, താങ്കളുടെ ആക്ഷേപം, ഒരു തടസ്സവും വരുത്തുന്നില്ല. വ്യാഖ്യാനം പോലെ ഒരു ആക്ഷേപം. ശരി, പക്ഷേ എന്നാ പിന്നെ അങ്ങ് പറ, അതല്ലാതെ വേറെ മാർഗ്ഗമില്ല. അല്ല, ആക്ഷേപിക്കുമ്പോൾ ഞാൻ അത് ആക്ഷേപമാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് പറയാനുള്ള സ്വാതന്ത്ര്യം താങ്കളെ പോലെ എനിക്കുണ്ടല്ലോ. താങ്കൾക്ക് ആക്ഷേപിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അത് ആക്ഷേപമാണ് എന്ന് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ. ഞാനത് ഉപയോഗിച്ചു, അത്രേ ഉള്ളൂ. അങ്ങക്ക് പറയാനുള്ളത് സ്ഥാപിച്ചെടുക്കാൻ എന്നെ ഉപയോഗിക്കണ്ട. അങ്ങ് പറയാനുള്ള അങ്ങ് പറയാനുള്ളത് പറയാൻ എന്നെ ഉപയോഗിക്കണ്ട. ലളിതമായി എനിക്കും അത്രേ പറയാനുള്ളൂ. നമുക്കിടയിൽ ഒരു തർക്കം വേണ്ട. താങ്കളുടെ ബുദ്ധിമുട്ട് എനിക്കും മനസ്സിലാവും. പക്ഷെ ഞാനിപ്പോ പറയുന്നത് താങ്കൾ ഇപ്പോഴീ സംസാരിക്കുന്ന വിധം ആക്ഷേപത്തിന്റെ ധ്വനിയിലുള്ളതാണ്. ആക്ഷേപത്തിന്റെ ധ്വനിയിലുള്ളതാവുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് വളരെ മാന്യമായി മറുപടി പറയുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. ഞാനത് നിർവഹിക്കുന്നു എന്നുള്ളേ ഉള്ളൂ. ഈ സംസ്ഥാനം ഭരിക്കുന്നത് UDF സർക്കാരാണ്, പക്ഷേ ഈ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ. മെറ്റയ്ക്ക് ഓരോ പഞ്ചായത്തിലും തീരുമാനം എടുക്കാൻ പറ്റില്ല. മെറ്റയ്ക്ക് ഇന്ത്യ മഹാരാജ്യത്തെ നിയമങ്ങളനുസരിച്ചിട്ടാണ് അവരുടെ പോളിസി ഡിസൈൻ ചെയ്യാൻ പറ്റുക. വളരെ കറക്റ്റ്. 3 പ്രധാനപ്പെട്ട ചാനലുകളുടെ പോസ്റ്റുകൾ, കാർഡുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്ന്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് 3 പ്രധാനപ്പെട്ട ചാനലുകൾ മാത്രമാണ് കേരളത്തിലെ സർക്കാരിനെ വിമർശിക്കുന്നത് എന്ന് നിങ്ങൾ സമ്മതിച്ചോ? അത് പിന്നെ മനോരമ അടക്കമുള്ള ചാനലുകളുടെ സോഷ്യൽ മീഡിയ കാർഡുകൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. സർക്കാരിനെയും മന്ത്രിമാരെയും കോൺഗ്രസ് നേതാക്കന്മാരെയും UDF നേതാക്കന്മാരെയും വിമർശിക്കുന്ന കാർഡുകൾ. അപ്പോൾ അത്തരം ചാനലുകളുടെ കാർഡുകൾ നിങ്ങൾ കാണാത്തതാണോ, അതോ ബാക്കി ചാനലുകളെ മുഴുവൻ UDFന്റെ ഘടകകക്ഷികളായിട്ട് നിങ്ങൾ പ്രഖ്യാപിക്കുന്നതാണോ? നിങ്ങൾ ഈ പറഞ്ഞ 3 ചാനലുകൾ നിങ്ങളുടെ പാർട്ടിയുടെ അഫിലിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ചാനലുകളാണോ? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് അതിലും ഒരു പിടുത്തം കിട്ടുന്നില്ല. നിങ്ങൾ എന്താ പറയുന്നതെന്ന്. ഇനി 2, ആ ചാനലുകൾക്ക് പരാതി ഉണ്ടെങ്കിൽ അവർ പരാതി കൊടുക്കണ്ടേ? അവർ പരാതി കൊടുത്താൽ, ഈ കാർഡുകൾ നീക്കം ചെയ്യപ്പെട്ട ആളുകൾ പരാതി കൊടുത്താൽ ആ പരാതിയോടൊപ്പം നിൽക്കാമെന്നല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത്? അതിൽ കൂടുതൽ എങ്ങനെയാണ് ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റുക? ഇവിടെ സർക്കാർ ഒരു തരത്തിലും പരാതി കൊടുത്തിട്ടില്ലെന്ന് സർക്കാരിൻ്റെ ഹെഡായിട്ടുള്ള ചീഫ് മിനിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു.
ഇനി അതിനപ്പുറത്ത് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വാസ്തവമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയണം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് മെസ്സി തട്ടിപ്പ്, അതുപോലെയുള്ള ഇപ്പോൾ അബ്ദുറഹിമാൻ ഒളിവിപ്പോയത്, എക്സാലോജിക് സൊല്യൂഷൻസിൻ്റെ പണമിടപാട്, ഈ മാസപ്പടി, ഇതുപോലെയുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നിങ്ങൾ മെറ്റ എന്ന് പറഞ്ഞിട്ട് ഏത് നേരം വന്നു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. മെറ്റ ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യത്തിന് വി.ഡി. സതീശനോടോ കേരള സർക്കാരിനോടോ ഇവർ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. അത് മെറ്റ തന്നെ ക്ലാരിഫൈ ചെയ്യേണ്ടതാണ്. എന്നാലും ലോക്കൽ റിക്വയർമെൻറ്റ്സിനെ കുറിച്ചിട്ട് ഡോക്ടർ ഗോപൻ പറഞ്ഞ വിശദീകരണം നിങ്ങളുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ പോലും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നിങ്ങൾ പറയുന്നത് ഗവൺമെൻറ് ഇതിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം, ഡിലീറ്റ് ആയി പോയിട്ടുള്ള പോസ്റ്റുകളൊക്കെ തിരിച്ചു വെക്കണം, അതിൽ സഹായിക്കണമെന്ന് ഗവൺമെൻറ് പറഞ്ഞു. ഞങ്ങൾ പിന്തുണയ്ക്കാം, അതിൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാവും, ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകും. അതിനപ്പുറത്ത് ആരുടെയൊക്കെ ഏതൊക്കെ ചാനലുകളുടെ ഏതൊക്കെ വ്യക്തികളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്ന് അന്വേഷിക്കാൻ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കണോ? അല്ലെങ്കിൽ മുഖ്യമന്ത്രി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അന്വേഷിക്കണോ നിങ്ങളുടെ പോസ്റ്റ് ഡിലീറ്റ് ആയോ, നിങ്ങളുടെ പോസ്റ്റ് ഡിലീറ്റ് ആയോ എന്ന്? ഞാൻ പറഞ്ഞല്ലോ, മറ്റു പല ചാനലുകളുടെയും ഇപ്പോഴും പോസ്റ്റുകൾ അവൈലബിൾ ആണല്ലോ, കോൺഗ്രസിനെയും UDF-നെയും വിമർശിക്കുന്ന. അപ്പോൾ ആ പോസ്റ്റുകളൊക്കെ കിടക്കുമ്പോൾ ചില പോസ്റ്റുകൾ ഡിലീറ്റ് ആയിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കണ്ടെത്തണമെന്ന് ഈ ഡിലീറ്റ് ആയിപ്പോയവർക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇനി മുഖ്യമന്ത്രിയെ വിട്, മുഖ്യമന്ത്രി വിമർശിക്കുന്നവരോട് അത്രയും വൈരാഗ്യം തീർക്കുന്ന ഒരാളാണ്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഒരു ക്യാബിനറ്റ് പദവിയാണ്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് മെറ്റയോട് ചോദിച്ചിട്ടുണ്ടോ? അത് ഉത്തരം പറ. അത് അപ്പം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മെറ്റയോട് ചോദിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ സാങ്കല്പിക പരാതിയിൽ ഞങ്ങൾ പോയി ചോദിക്കണമെന്ന്. ഞങ്ങൾ എന്താ ചോദിക്കേണ്ടത്? കേരളത്തിൽ ആരുടെയെങ്കിലും ഒക്കെ കാണാതെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കണം. പോസ്റ്റുകൾ എന്താ ഞങ്ങൾ ചോദിക്കേണ്ടത്? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പം നിങ്ങൾക്ക് പോലും ബോധ്യമില്ലാത്ത ഒരു ആക്ഷേപത്തിൽ നിങ്ങൾ പറയുക ഞങ്ങളോട് അന്വേഷിച്ചോളാൻ. അടുത്തത് പറയുന്നത് CPM ഇനിയിപ്പോൾ എന്ത് മുഖ്യമന്ത്രി പറഞ്ഞാലും വിശ്വസിക്കില്ല എന്ന്. നിങ്ങൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കഴിഞ്ഞ 3 മാസം പറഞ്ഞ ഏതെങ്കിലും കാര്യം വിശ്വസിച്ചോ? മെറ്റ ആരാണ് സർക്കാരിൻ്റെ? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? മെറ്റയെ സംരക്ഷിച്ചെന്ന് എവിടെ സംരക്ഷിച്ച്? നിങ്ങൾ എന്തായി പറയുന്നത്? എനിക്ക് ഒരു തരത്തിലും അത് മനസ്സിലാകാത്തൊരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. മെറ്റയെ സംരക്ഷിക്കുന്ന എന്ത് നിലപാടാണ് ഈ സർക്കാർ എടുത്തത്? അതും ശരിയാ. മെറ്റയ്ക്ക് എന്തിനാ UDF സർക്കാരിൻ്റെ പിന്തുണ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ രാജ്യം ഭരിക്കുന്നത് UDF സർക്കാരല്ല, ഈ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. മനസ്സിലായില്ലേ? ഓരോ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ചിട്ടാണ് മെറ്റ പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ലോകത്തിലെമ്പാടുമുള്ള രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾക്കും ഓരോ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കമ്മിറ്റികളുടെ ഭരണസമിതിയുടെ തീരുമാനത്തിനനുസരിച്ചിട്ടല്ല. ഇവിടെ മെറ്റയെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞാൽ CPM-നെ വിശ്വസിപ്പിക്കാനായിട്ട് ദൈവത്തിനെ കൊണ്ട് പറ്റൂല. അവർ തോറ്റെന്ന് പോലും അവർക്ക് മനസ്സിലായിട്ടില്ല. വി ശിവൻകുട്ടി മുണ്ടും മടക്കി കുത്തി നിയമസഭ അടിച്ചു പൊളിച്ച് തലകറങ്ങി വീണിട്ട് ഇന്നേ വരെ അവർ തല്ലി പൊളിച്ചെന്ന് സമ്മതിച്ചിട്ടുണ്ടോ? ലോകം മുഴുവൻ പരസ്യമായിട്ട് കണ്ടിട്ട് ഇന്നേ വരെ അവർ സമ്മതിച്ചിട്ടില്ല. നമ്മളെല്ലാം ലൈവായി കണ്ടിട്ട് പോലും അവരത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. എന്റെ എല്ലാ മാനവും പോയി. ഇതൊരു മര്യാദ വേണ്ടേ? ഒരു തെളിവുമില്ലാതെ മെറ്റയെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഇറങ്ങിയിട്ട് കാർഡ് കണ്ടില്ലെന്ന് പറയാം. ഞാൻ നിങ്ങൾക്ക് ഒരു 1000 കാർഡിന്റെ സ്ക്രീൻഷോട്ട് തരാം. വി.ഡി. സതീശനെ വിമർശിക്കുന്ന, വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന, രമേശ് ചെന്നിത്തലയെ ആക്ഷേപിക്കുന്ന, UDF സർക്കാരിലെ ഓരോ മന്ത്രിമാരെ ആക്ഷേപിക്കുന്ന, UDF നേതാക്കന്മാരെ ആക്ഷേപിക്കുന്ന ഒരു 1000 കാർഡ് ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരാം. അത് ഇപ്പോഴും കിടന്ന് ഓടുന്നുണ്ടല്ലോ. അങ്ങനെയാണ് ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശക്തിയുള്ള സർക്കാരാണ് UDF സർക്കാർ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നരേന്ദ്രമോദി ഈ രാജ്യം ഭരിക്കുന്നത്? അമിത്ഷാ എന്തിനാ ഈ രാജ്യം ഭരിക്കുന്നത്? ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ.